നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പം ക്യാൻസറിനേക്കാളിലും ട്യൂമറിനേക്കാളിലും ഒക്കെ ഉപരിയായിട്ട് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. കൂടുതലും ജീവിക്കുന്നത് നമ്മുടെ പ്രസന്റിനെ പറ്റി ചിന്തിക്കാറേ ഇല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചാണ് ജീവിക്കുന്നത്. ശരിക്കും ആ മാനസിക പ്രശ്നങ്ങളാണ് നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതും പറയേണ്ടി വരില്ലേ. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, കഴിഞ്ഞ കാലങ്ങളെ, അതിന്റെ ഭയം, ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ബ്രെയിനിനെ അങ്ങനെയാണ് നമ്മൾ റീവെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചലഞ്ച് ജീവിതത്തിൽ വന്നാൽ ചിലർ അതിൽ വീണു പോകും, മറ്റു ചിലരോ അതിനെ അതിജീവിച്ച് മുന്നിലേക്ക് വരും. ഓരോ സാഹചര്യങ്ങളോടുമുള്ള നമ്മളുടെ പ്രതികരണം ഇന്റേണൽ സ്റ്റേറ്റിനെ അനുസരിച്ചിരിക്കും. ഒരു അൺഹീൽഡ് ട്രോമ പോലെ. കുട്ടിക്കാലത്തുണ്ടാകുന്ന മുറിവുകൾ നമ്മളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. പലതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളോട് പറയും കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അങ്ങനെ പറയുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കയറുന്നത് എന്താ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ, സ്ക്രിപ്റ്റ് ചെയ്തു വെക്കുക. ഇത്ര വലുതായാലും ഇത് നമ്മളെ സ്വാധീനിക്കും. ടോക്സിക് പാരന്റിങ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈഡ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അത് ആക്ച്വലി ഒരു ഏത് ജെന്നിന്നാണ് അത് തുടങ്ങിയത്? ഇതെന്ന് പറയുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺഷ്യസ് ലിവിംഗ് എന്ന് പറയുന്നത്. ഇതിൽ സ്പിരിച്വാലിറ്റിക്ക് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മളുടെ മനസ്സിനെ കടിഞ്ഞാണുകളായിട്ടും പഞ്ചേന്ദ്രിയങ്ങളെ കുതിരകളായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ കോൺഷ്യസ്, അതായത് ആ ബോധമാണ് തേരാളി. കടിഞ്ഞാൻ മനസ്സാണ്. അപ്പം അതിനെ നിയന്ത്രിക്കേണ്ട ആരാണ്? ആ തേരാളിയാകുന്ന ബോധം കൊണ്ട്. ഇതൊക്കെ എന്നേ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. ഇപ്പം നമ്മൾ ഈ സയന്റിഫിക് സ്റ്റഡീസിൽ കോൺഷ്യസ് ലിവിങ്ങും മൈൻഡ്ഫുൾനെസ്സും എന്നൊക്കെ പറയുന്നെങ്കിലും ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മളുടെ ഉപനിഷത്തുകളിലും ഒക്കെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല സൈക്കോളജിക്കൽ ബുക്ക് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. നമസ്കാരം. നാം ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സുകൾക്കും ടെൻഷനും ഒക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റിന്റെ ചിന്തകളിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലെ ചിന്തകളിലും മുഴുകിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ രഞ്ജു മാം ആണ്. നമസ്കാരം. നമസ്തേ. അപ്പോൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലും ജീവിക്കുന്നത് നമ്മുടെ പ്രസന്റിനെ പറ്റി ചിന്തിക്കാറേ ഇല്ല. നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം മാം യോജിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പം ക്യാൻസറിനേക്കാളിലും ട്യൂമറിനേക്കാളിലും ഒക്കെ ഉപരിയായിട്ട് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് അല്ലേ. ശരിക്കും ആ മാനസിക പ്രശ്നങ്ങളാണ് നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതും പറയേണ്ടി വരില്ലേ. അപ്പൊ അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ കാർത്തിക പറഞ്ഞ ഇതേ കാര്യമാണ്. അതായത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, കഴിഞ്ഞ കാലങ്ങളെ, അതിന്റെ ഭയം, ഇനി വരാൻ പോകുന്നതിനെ ഓർത്തുള്ള ഉത്കണ്ഠ, ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ശരിക്കും അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവയർനെസ് ആണ് അല്ലേ. ഈ നിമിഷത്തിൽ ജീവിക്കേണ്ടതിന്റെ അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം. അപ്പം നമ്മളിപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഷ്യസ് ലിവിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഈ കഴിഞ്ഞ കാലത്തിനെ കുറിച്ചോ വരാൻ പോകുന്നതിനെ കുറിച്ചോ ഉള്ള ടെൻഷൻ ഇല്ലാതെ നമുക്ക് തന്നെ ഈ മൊമെന്റിന്റെ പവർ അറിഞ്ഞ്, അതായത് ഈ നിമിഷത്തിന്റെ ആ ഒരു മനോഹാരിതയില്ലേ, അതറിഞ്ഞ് ജീവിക്കാൻ പറ്റും. ആ ഒരു മെത്തേഡ്സ് എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ചിന്തകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മളൊക്കെയും ഒരു ഓട്ടോമാറ്റിക് തിങ്കിങ്ങാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ആ ചിന്തകൾ വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ അങ്ങനെയാണ് നമ്മൾ റീവെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പല കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ കാണുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാഹചര്യം, അത് രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിലായിരിക്കും അതിനെ സമീപിക്കുന്നത്. ചിലപ്പോൾ ഒരു ചലഞ്ച് ജീവിതത്തിൽ വന്നാൽ ചിലര് എന്ത് ചെയ്യും, അതിൽ വീണു പോകും. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ അതിന്റെ താഴെ വീഴും. മറ്റു ചിലരോ അതിനെ അതിജീവിച്ച് മുന്നിലേക്ക് വരും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ നമ്മളുടെ ഈ ഓരോ സാഹചര്യങ്ങളോടുമുള്ള നമ്മളുടെ പ്രതികരണം നമ്മളുടെ ഈ ഇന്റേണൽ സ്റ്റേറ്റിനെ അനുസരിച്ചിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയുണ്ട്, നമ്മുടെ മാനസിക അവസ്ഥ. അത് തന്നെയും പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ, ഇമോഷൻസ്, അതേപോലെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ബിലീഫ് സിസ്റ്റം, കോപ്പിംഗ് സ്കിൽസ്, ഇമോഷണൽ പാറ്റേൺസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് വെളിയിൽ കാണുന്ന ഒരു കാര്യമാണെങ്കിലും ആ ബിഹേവിയറിന്റെ അടിയിലുള്ള സംഭവങ്ങളാണിത്. അപ്പൊ ഇതിനെ ഓരോന്നിനും ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ ഒരു എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ മാത്രമാണ്. അതല്ലായിരിക്കും ബേസിക്കലി ഉള്ള പ്രശ്നം. അതിൻ്റെ ഉള്ളിലുള്ള അവരുടെ ആ ഒരു ആന്തരിക അവസ്ഥയുണ്ട്. ഒരു അൺഹീൽഡ് ട്രോമ പോലെ നമ്മൾ പറയുന്ന പോലെയാണോ? തീർച്ചയായിട്ടും അൺഹീൽഡ് ട്രോമ മാത്രമേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ അതുപോലെ ഇന്നർ ചൈൽഡ്, നമ്മുടെ കുട്ടിക്കാലം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്തുണ്ടാകുന്ന മുറിവുകൾ നമ്മളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിംഗ് നടക്കുന്നത്, റീപ്രോഗ്രാമിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഫോം ചെയ്യുന്നത് 0 to 15 ഇയേഴ്സിനുള്ളിലാണ്. അതായത് നമ്മൾ അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പം തൊട്ട് ആ ഒരു 15 വയസ്സ് വരെയൊക്കെയാണ് നമ്മളുടെ മനസ്സിന്റെ ബേസിക് ലെയർ ഫോം ചെയ്യും. അപ്പൊ അവിടെ അന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ചില വിശ്വാസങ്ങൾ ഉണ്ടാകാം. നമ്മൾ കേൾക്കാറില്ലേ, ഇപ്പം പലതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളോട് പറയും കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അങ്ങനെ പറയുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കയറുന്നത് എന്താ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ പറയും നമ്മളുടെ സ്ഥിതി അറിഞ്ഞു വേണം വളരാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു വെച്ചേക്കാണ്, അവരിലേക്ക് അത് ഇംപ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ മനസ്സ്. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത്, എത്ര വലുതായാലും ഇത് നമ്മളെ സ്വാധീനിക്കും. അപ്പൊ ഈ വിശ്വാസങ്ങളെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ഇടപെടുന്ന ചില പ്രൊഫഷണൽസിലെ വളരെയധികം കഴിവുള്ളവരായിരിക്കും. ആ വളരെയധികം കഴിവിൽ ഇവർ നല്ലതായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, ഐ ആം നോട്ട് ഇനഫ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെയുള്ള ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടാവും. അത് ഈ മനസ്സിൽ കടന്നിട്ട് ഇവർ എത്രമാത്രം അച്ചീവ് ചെയ്താലും ഉള്ളില് അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അല്ലെങ്കിൽ അവർക്കൊരു സംതൃപ്തി തോന്നില്ല. എനിക്ക് അതിനുള്ള കഴിവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് കുട്ടിക്കാലമാണ്, ഒരു പ്രധാന ഘടകമാണ് കുട്ടിക്കാലം. ഒരു ചൈൽഡ് ഫോർമേഷൻ, ഈ ഇന്നർ ചൈൽഡ് ഹീൽഡ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതില് പേരന്റിങ്ങിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്? ഇപ്പൊ നമ്മൾ പറയാം ടോക്സിക് പാരന്റിങ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈഡ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആക്ച്വലി ഒരു ഏത് ജെന്നിന്നാണ് അത് തുടങ്ങിയത്? അതെന്താണെന്നറിയാമോ? അത് നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ പാരന്റിങ് എന്നുള്ളത് ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല. എങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങളോട് ഇടപെടണം അല്ലെന്നുണ്ടെങ്കിൽ അതൊന്നും ആരും പഠിപ്പിച്ചിട്ടല്ലല്ലോ. നമുക്ക് കിട്ടിയത് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആ കൊടുക്കുമ്പം അവിടെയും ഉള്ളത് നമ്മളുടെ കാഴ്ചപ്പാടും വിശ്വാസങ്ങളാണ്. അതാണ് ചില പേരൻസ് പറയില്ലേ, ഞങ്ങൾ വളർന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പറയും. ചിലരാണെങ്കിൽ ഓപ്പോസിറ്റിൽ പറയും, എനിക്ക് കിട്ടാഞ്ഞതെല്ലാം എൻ്റെ കുഞ്ഞിനെ കിട്ടണം. അപ്പൊ ഓരോന്നും ഡിപ്പെൻസ് ആണ്. അപ്പൊ ഇവരെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വേറൊരു തരം ബോധാവസ്ഥയുള്ള കുട്ടികളാണ്. ആ പഴയതുമായിട്ടൊന്നും അല്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്നത് പണ്ട് കാലത്തെ വിശ്വാസങ്ങൾ വെച്ചുകൊണ്ട് വളർത്തി കഴിഞ്ഞാൽ ഇവർ രണ്ടും പാരലലി പോകത്തതേ ഉള്ളൂ. ഒരിക്കലും അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മുൻപോട്ട് പോകാനോ കഴിയില്ല. അപ്പൊ ഇവിടെയാണ് ടോക്സിക് പേരന്റിംഗ് എന്ന് പറയുന്നത്. ഈ ജനറേഷണൽ ട്രോമ ഇങ്ങനെ പാസ് ചെയ്ത് വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ വരുന്നതും ഇപ്പോഴത്തെ കിഡ്സിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ചില ഫാമിലിയെ ശ്രദ്ധിച്ചാൽ മതി, അവിടെ ഒരുപാട് ഭയങ്ങൾ ഉണ്ടാവും. ഇവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് ഈ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അതുപോലെയൊക്കെ അവർക്ക് കിട്ടിയ ചില വിശ്വാസങ്ങൾ, അത് ചില ഭയങ്ങളായിട്ട് ഇവർ അടുത്ത ആൾക്കാർക്ക് കൊടുക്കും. കൊച്ചുനാളിൽ തൊട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ അങ്ങനെ കൊടുക്കും. ഇവരെന്ത് ചെയ്യും, ഇതേ ഭയങ്ങളെ അടുത്ത ജനറേഷന് കൊടുക്കും. അപ്പൊ എന്ന് നമുക്ക് ഈ ഭയത്തിൽ നിന്ന് വെളിയിൽ വരാൻ ഒരു തലമുറയ്ക്ക് പറ്റുന്നുവോ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പറ്റുന്നുവോ അന്ന് മാത്രമേ ആ കണ്ടീഷനിങ് മാറുള്ളൂ. ഇതൊരു നമ്മൾ പറയാറുണ്ട് ഒരു ജനറേഷണൽ കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാർമിക്കായിട്ട് ഇത് പറയുന്ന ഒരു കാർമിക് എന്ന് പറയുന്നതിന് ഇതും കൂടി കണക്ട് ചെയ്യാം. ബിക്കോസ് പലരുടെ ഉള്ളിലുള്ള ഭയങ്ങൾക്ക് കാരണം ആ കുടുംബത്തിന് തന്നെയുള്ള ചില വിശ്വാസങ്ങളാണ്. അപ്പൊ ഇവർക്ക് അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവരുടെ മനസ്സിന് കഴിയുന്നില്ല. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുന്നുവോ, അപ്പം എവിടെയെങ്കിലും വെച്ചൊരു അവയർനെസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ആ ബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് നമ്മൾ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫ് എന്നാണ് പറയുന്നത്. ആ ലിമിറ്റിംഗ് ബിലീഫിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമ്മൾക്ക് ആ മനസ്സിനെ ആ കണ്ടീഷനിങ്ങിൽ നിന്ന് നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. ഈ ബ്രേക്ക് ചെയ്യാൻ അവയർനെസ് തന്നെയാണോ? തീർച്ചയായിട്ടും. അതെന്താന്ന് വെച്ചാല് നമുക്ക് ഏത് കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അറിവല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് ആ അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് ചിന്തിക്കുള്ളൂ.
ബ്രെയിൻ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മാറുള്ളൂ. ബ്രെയിനിന്റെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം മാറത്തുള്ളൂ. ബ്രെയിൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അറിവാണ് ആവശ്യം. അതിനനുസരിച്ചിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കോൺഷ്യസ് ലിവിങ് ഇല്ലേ, ആ കോൺഷ്യസ് ലിവിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത് അവയർനെസ്സാണ്. അപ്പോൾ ഈ അവയർനെസ്സിൽ നിന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കണം. ആദ്യം ആ ഒരു ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് തിരിച്ചറിയണം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ റെസ്പോൺസ്. അപ്പോൾ ഓരോന്നിനും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഒരു പോസ് വരും. എൻ്റെ പ്രശ്നം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു തിരിച്ചറിവുണ്ടാകും, അവിടെ ഒന്ന് പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് എന്താ? ന്യൂ സ്കിൽസ് അച്ചീവ് ചെയ്യണം. ആ ന്യൂ സ്കിൽസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ അത് എടുക്കണം. എന്നിട്ട് കോൺഷ്യസ് ആക്ഷൻ ഉണ്ടാവണം. ഇതാണ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ലെവല്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് ശരിക്കും ആവശ്യമാണ്. അത് നമുക്ക് ഇന്ന് നമ്മളുടെ സൊസൈറ്റിയിൽ നോക്കിയാൽ പറ്റും. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ഒരു സമൂഹവും അല്ലേ, അതൊക്കെ ശരിക്കും ആ ഒരു എനിക്ക് തോന്നാറുണ്ട് ആ ഒരു അറിവ് നമ്മുടെ സ്കൂളുകളിൽ നിന്നേ കൊടുക്കണം. ഇപ്പം ഇത്രയും പ്രായമായ മനുഷ്യരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ചില മനുഷ്യരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ആളുകളില്ലേ, എന്നുവെച്ചാൽ അവർ ഫുള്ള് ഇവരെ തന്നെയാണ്. എത്ര മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ എത്ര മനുഷ്യരുടെ മാനസിക അവസ്ഥയിലാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള പലർക്കും ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതായത് സൊസൈറ്റിയിൽ തന്നെ വളരെ പ്രമുഖരായിട്ട് നിൽക്കുന്ന അവരൊക്കെ ചിലപ്പോൾ ഉറക്ക ഗുളിക വേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ അനുഭവിക്കുന്ന പ്രഷർ അപ്പം വെളിയിൽ പറയാൻ പറ്റില്ലല്ലോ. വെളിയിൽ നമ്മൾ കാണുന്നത് അവരുടെ ആ തിളങ്ങുന്ന മുഖം മാത്രമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടുമ്പോൾ അതിന്റെ ഫലമായിട്ട് ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമുണ്ട്. ഓൾറെഡി അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് പ്രൈവസി എന്ന് പറയുന്നത് ഇല്ല. സോഷ്യൽ മീഡിയ വളരുകയും കൂടി ചെയ്തപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതെ, അങ്ങനെ ജീവിതങ്ങളിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയും നമുക്ക് എന്ത് കാര്യത്തിനും നമ്മൾ ഏത് കാര്യത്തിനും പ്രതികരിക്കുന്നതിന് മുൻപും നമുക്ക് വേണ്ടത് അവബോധമാണ്, അവയർനെസ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതിന്റെ ഇതൊക്കെ തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടാവും. ഇന്ന് ആർക്കും ആരെയും എന്തും പറയാം എന്നൊരവസ്ഥയല്ലേ. ശരിക്കും അത് നമ്മളായിട്ടൊരു മനുഷ്യന്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവന്റെ മാനസിക അവസ്ഥയിലോ ഒരു വിഷമം ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ് അല്ലേ. അത് തിരിച്ചറിയുന്നത് ഒരു കഴിവല്ലേ. അപ്പം ശരിക്കും കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത് അതാണ്, ബോധപൂർവമായ തിരഞ്ഞെടുപ്പ്. ഓട്ടോമാറ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യാതെ അവിടെ ഒരു പോസ് കൊടുക്കാൻ കഴിയണം. ആ പോസിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെയാണ് ചോയ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേഷ്യം വരുന്നു. ദേഷ്യം വരുമ്പം ഇത്രയും നാളായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും നഷ്ടങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ദേഷ്യക്കാരിയാണ് എന്ന ലേബൽ ഞാൻ സ്വയം ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കും പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ആദ്യം തിരിച്ചറിയണം. സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്തു, അതാണ് അവയർനെസ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് മാറണം. അപ്പൊ അവിടെ ഐ ആം ആങ്കർ എന്ന് പറയാം. പിന്നെ അതിനുശേഷം അവയർനെസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ആം അവെയർ ഓഫ് ആങ്കർ ഈസ് റേസിങ് ഇൻ മീ. അതായത് ആ എന്നിൽ ഉണരുന്ന ആ ദേഷ്യത്തിൽ ഞാൻ അവെയർ ആണ്. അപ്പൊ അവിടെ ഒരു സ്പേസ് വരുക, ഒരു പോസ് വന്നു. ആ പോസിലാണ് നമുക്ക് സെലക്ഷൻ, ചോയ്സ് വരുന്നത്. അവിടെ തിരിച്ച് പെട്ടെന്ന് റിയാക്ട് ചെയ്യണോ അതോ അവിടേക്കൊന്ന് മാറിപ്പോകണോ എന്നുള്ളത് എൻ്റെ കയ്യിലാണ്. അതാണ് കോൺഷ്യസ് ലിവിങ്. ഓരോന്നും ബോധപൂർവം തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കാൻ പ്രയാസ അല്ലേ. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാൻ, ഇപ്പൊ ഒരു ഇൻസിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിൽ പാർട്ടാണ്, ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ ആൻസേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പക്ഷെ ചിന്തിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെ ഒരു പോസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും? ഇതാണ് പറയുന്നത്, ഇത് ഓട്ടോമാറ്റിക് തിങ്കിങ് അല്ലേ. നമ്മളുടെ സബ് കോൺഷ്യസ്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിങ്കിങ്. ഇതിന് ശരിക്കും പ്രാക്ടീസാണ് വേണ്ടത് അല്ലേ. നമ്മളുടെ ബ്രെയിനിനെ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിൽ അവെയറായി അതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, ഞാൻ മുമ്പേ പറഞ്ഞ അതേ സ്റ്റെപ്പാണ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മളെ ട്രെയിൻ ചെയ്യണം. വേറൊരു വഴി, ചോയ്സ് എടുക്കുക. ആ ചോയ്സ് എടുക്കുന്നത് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റീവെയർ ചെയ്യാം.
അതിന് പറയുന്നത് നമ്മൾ ന്യൂറൽ പാത്വേ എന്ന് പറയും. അതായത് നമ്മുടെ ബ്രെയിൻ സെൽസ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോഴോ ഒരു കാര്യം ചെയ്യുമ്പോഴോ ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് വയർ ചെയ്ത് ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാവും. ആ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുമ്പോൾ സ്ട്രോങ് ന്യൂറൽ പാത്വേ ആകും. ആ സ്ട്രോങ് ന്യൂറൽ പാത്വേ ആണ് നമ്മളുടെ ഹാബിറ്റ്സിന്റെ അടിസ്ഥാനം. ഒരു പ്രാവശ്യം അതാണ് നമുക്ക് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് തുടങ്ങാം, അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കോൺഷ്യസ് എഫേർട്ട് ഇടണം. അല്ലാതെ 2 ദിവസം ചെയ്തതുകൊണ്ടൊരു പുതിയ ശീലം തുടങ്ങില്ല. അപ്പം പലരുടെയും പ്രശ്നം അതല്ലേ. അതായത് കോൺഷ്യസ്ലി നമ്മളൊരു ശീലത്തിലേക്ക് വന്ന് റിപ്പീറ്റഡ് ആയി ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു പുതിയ ശീലത്തിലേക്കോ പുതിയ ചിന്താ രീതികളിലേക്കോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അവിടെ എന്താണെന്നറിയാമോ, അവിടെ നമുക്കധികം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അല്ലാതെ നമ്മൾ ചെന്ന പ്രശ്നങ്ങളിൽ നമ്മൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളെ സെലക്ട് ചെയ്യുന്നതുമെല്ലാം അല്ലേ. അപ്പോൾ അവിടെ ഈ കോൺഷ്യസ് ലിവിങ് ഒരുപാട് നമ്മുടെ ജീവിതത്തിനെ ശാന്തമാക്കാനും സമാധാനത്തിലൂടെ കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആങ്സൈറ്റി കുറയും അല്ലേ. നാളത്തെ കുറിച്ച് ഓർക്കാതെ ഇന്നത്തെ ഈ നിമിഷത്തിന്റെ പവർ ഈ നിമിഷത്തിലൊന്ന് ജീവിച്ചു നോക്കിയേ. ഈ നിമിഷം മാത്രമല്ലേ നമുക്കുള്ളൂ. ഈ ഒരു മൊമെന്റിൽ നമ്മൾ പൂർണ്ണമായിട്ട് അതിൽ ശ്രദ്ധിച്ച് അപ്പൊ എന്ത് ചെയ്യുന്നു അതിൽ കംപ്ലീറ്റ് ഇൻവോൾവ് ആകും. അങ്ങനെ കൊണ്ടുവന്ന് ഓരോ നിമിഷത്തിലൂടെയും കടന്നു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ട് പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് പലതാണ്. ഇതല്ലാതെ ഈ നിമിഷത്തിൽ വരണം. അതിന് നമുക്ക് ഒരുപാട് ടെക്നിക്കുണ്ട്. ശരിക്കും ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിക്കാം, വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം. അല്ലാതെ തന്നെ നമ്മൾ മെഡിറ്റേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പം ബ്രെയിൻ സിഗ്നൽസിനെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺഷ്യസ് ലിവിംഗ് എന്ന് പറയുന്നത്. ഇതില് സ്പിരിച്വാലിറ്റിക്ക് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ പറയുന്ന ഈ കോൺഷ്യസ് ലിവിംഗ് ഇല്ലേ, ഇത് ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ഗുരുപരമ്പര നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഉപനിഷത്തുകളിൽ ഉണ്ട് ഇതിനെക്കുറിച്ച്. കഠോപനിഷത്തിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ശരീരത്തിനെ നമുക്കൊരു രഥമായിട്ടും നമ്മളുടെ മനസ്സിനെ കടിഞ്ഞാണുകളായിട്ടും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുതിരകളായിട്ടും അതുപോലെ ഈ ബോധം, ഇപ്പം ഞാൻ പറഞ്ഞ കോൺഷ്യസ്, അതായത് ആ ബോധമാണ് തേരാളി. നമ്മുടെ ഉള്ളിലുള്ള സെൽഫില്ലേ, ആ സെൽഫാണ് അതിനകത്തെ യാത്ര ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പൊ അങ്ങനെ കരുതുക. ഈ മനസ്സ് കടിഞ്ഞാണാണല്ലോ. ഈ കടിഞ്ഞാണിനെയും കുതിരയും ഒക്കെ ആരുടെ കയ്യിലായിരിക്കുന്നത്? ആ തേരാളിയുടെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ ആ തേരാളി എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ബോധം. ആ ബോധം കൊണ്ട് നമ്മൾക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ കുതിരകൾ ഏതെങ്കിലും വഴിക്കങ്ങ് പോകും അല്ലെ. കടിഞ്ഞാൺ മനസ്സാണ്. അപ്പം അതിനെ നിയന്ത്രിക്കേണ്ട ആരാണ്? ആ തേരാളിയാകുന്ന ബോധം കൊണ്ട്. ഇതൊക്കെ എന്നേ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. ഇപ്പം നമ്മൾ ഈ സയന്റിഫിക് സ്റ്റഡീസിൽ കോൺഷ്യസ് ലിവിങ്ങും മൈൻഡ്ഫുൾനെസ്സും എന്നൊക്കെ പറയുന്നെങ്കിലും ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മളുടെ ഉപനിഷത്തുകളിലും ഒക്കെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല സൈക്കോളജിക്കൽ ബുക്ക് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. അപ്പൊ ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ ബോധം എന്ന് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. ആ ബോധത്തിനെ കുറിച്ച് ശരിക്കും അതാണ് കോൺഷ്യസ്നെസ്. ശരിക്കും അത് ഒരു ഭയങ്കര നല്ലൊരു സബ്ജക്റ്റാണ്. ശരിക്കും ഈ അറിവുകൾ ഉണ്ടാവണം അല്ലേ എല്ലാവർക്കും. ഇതൊക്കെ അറിയാൻ പറ്റണം. എന്ന് വെച്ചാൽ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്ന ആത്മീയതയാകട്ടെ അല്ലെങ്കിൽ അത് റിലീജിയസ്ലി ഓരോ തരത്തിലാവുമ്പോൾ അത് കുറച്ച് പേരിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുള്ളൂ. പക്ഷെ നമ്മളത് സിമ്പിൾ ലാംഗ്വേജിൽ ഇപ്പം ഈ ഒരു സയൻസിനെയൊക്കെ ചേർത്തിട്ട് ഇപ്പം രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. സൈക്കോളജിയും സ്പിരിച്വാലിറ്റിയും വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വരുമ്പോഴേ നമ്മൾ ഈ സ്പിരിച്വൽ ബുക്സും ഈ സൈക്കോളജിക്കൽ ബുക്സും കൂടി പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്നറിയാമോ. ഇതിനെ സിമ്പിളായിട്ട് കോമൺ പീപ്പിളിന്, സാധാരണ മനുഷ്യരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോൺഷ്യസ്നെസ്. അതാ ഇപ്പം ആരാണ് ഞാൻ, പണ്ട് തൊട്ടേ ഉള്ള ചോദ്യമാണ് അല്ലേ. ആരാണ് നീ എന്നൊരു ചോദ്യത്തിന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഞാനെന്ന് പറയുന്നത് എൻ്റെ ശരീരമോ എൻ്റെ മനസ്സോ എൻ്റെ വികാരങ്ങളോ അങ്ങനെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നിർവ്വാണ ശതകത്തിൽ പറയുന്നുണ്ട്. ഈ സെയിം തിങ് ആണ് ഇന്ന് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന രീതിയിൽ പഠിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാനെന്ന് പറയുന്നത് ഒന്നുമല്ല, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബോധമാണ്. അതാണ് പറഞ്ഞ ശിവോഹം എന്ന് അദ്ദേഹം പറഞ്ഞു തന്നത്. അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്. അതാണ് എൻ്റെ ഉള്ളിലെ ഞാനെന്ന് പറയുന്നത് എൻ്റെ ബോധമാണ്. ആ ബോധം എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കാർത്തിക പറയാണ് എൻ്റെ മനസ്സ് ശരിയല്ല എന്ന് പറയുന്നു. എൻ്റെ ശരീരത്തിൽ നല്ല വേദനയാന്ന് പറയുന്നു. ഇപ്പം
അപ്പൊ എന്റെ ശരീരത്തിന് വേദനയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഞാൻ അതിനകത്തില്ലേ, ആരോ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്റെ മനസ്സ് ശരിയല്ല എന്ന് പറയുന്ന ആരോ അതിനകത്തില്ലേ, ആ ഒബ്സർവർ ആണ്. ആ ഒരാള് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന സംതിങ്. അതാണ് നമ്മുടെ ബോധം. ആ ബോധം കൂടിയാൽ മാത്രമേ ഒരുവന്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അവരവരുടെ ശരികളല്ലേ. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ നമ്മളൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന്റെ ബോധത്തിന് അത് ശരിയാണ്. പക്ഷെ എന്ന് നമ്മൾ അറിവുകളിലൂടെ ഈ ബോധം കൂട്ടുന്നുവോ അപ്പം നമുക്ക് മനസ്സിലാകും ഇതായിരുന്നില്ല ശരി എന്ന്. അപ്പൊ അതിനാണ് ഈ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഒക്കെ അറിവ് കൂട്ടണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അറിവാണ് നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്നത്. വെച്ചാൽ ബോധമാണ് ഉണരേണ്ടത്. അതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ ബോധിത എന്ന് പറയില്ലേ. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഉണരൂ, അതായത് ജ്ഞാനത്തിലേക്ക് ആ ജ്ഞാനം കൊണ്ട് കണ്ണു തുറക്കൂ എന്നാണ് പറയുന്നത്. ശരിക്കും ഇതൊക്കെ കുട്ടികൾ അറിഞ്ഞാലോ അല്ലേ? അതൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇത് കുറേ പ്രായമായി നമ്മൾ പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് എല്ലാ ജീവിതം എല്ലാം കഴിഞ്ഞിട്ടൊരു 19 വയസ്സാവുമ്പോൾ സമയത്ത് പഠിക്കേണ്ട ഒരു സംഗതി അല്ല. ഇത് കുട്ടികളിലേക്ക് എത്തണം. അവരുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചും തങ്ങൾ ആരാണ് എന്നുള്ളതും നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ നമുക്ക് ആ മൈൻഡ്ഫുൾനെസ്സിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ അങ്ങനെ അറിഞ്ഞു വന്നാലുണ്ടല്ലോ ഈ സൊസൈറ്റിയിൽ എത്രത്തോളം ഇതുണ്ടാകും. അങ്ങനെ കുട്ടികൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭയങ്കര ആങ്സൈറ്റിയും അതിൽ നിന്നുള്ള സൂയിസൈഡൽ തോട്ട്സും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാന്നുള്ള ആ ഒരു പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇന്ന് കണ്ടിട്ടില്ലേ ഈ എക്സാം കഴിയുന്ന സമയത്ത് ഒരുപാട് കൗൺസിലിംഗ് സെല്ലുകൾ സ്റ്റാർട്ട് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് കുട്ടിയാണ് എങ്ങനെ ആ സൂയിസൈഡ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മത്സരിക്കാനാണ് പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ ശരിക്കും ആ കുട്ടിക്കാലം തൊട്ടേ അല്ലേ എല്ലാത്തിനും മോൻ ഫസ്റ്റ് ആകണം, അല്ലെങ്കിൽ മോൻ ഫസ്റ്റ് ആകണം എന്ന് പറയുമ്പോൾ മറ്റേ കുട്ടിയും ആയിക്കോട്ടെ എന്നല്ല, അവനെക്കാട്ടിലും മാർക്ക് വാങ്ങിക്കണം. അതായത് ഒരു എന്തെങ്കിലും ഒരു കലോത്സവത്തിനൊക്കെ ആണെങ്കിലും അവരെക്കാട്ടിലും മുൻപിലാകണം. ഇത് തന്നെയാണ് നമ്മളുടെ പ്രശ്നവും. നമ്മുടെ യാത്രയിൽ ആരൊക്കെയോ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട് എന്നൊരു തോന്നൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടിലേക്ക് ഇൻജക്ട് ചെയ്യുന്നതല്ലേ. തീർച്ചയായിട്ടും പേരൻസ് അല്ലേ അത് ഫസ്റ്റ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അതെ. എന്ന് വെച്ചാല് അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്താ, അവൻ എൻ്റെ എതിരാളിയാ. ശരിക്കും ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ പഠിക്കുന്ന സമയത്തെ കുട്ടിക്കാലത്ത് ഈ നമ്മളെ ഓരോ മത്സരങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അവരെക്കാട്ടിലും മുൻപിലാകണം. പക്ഷെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ബോധമൊക്കെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ അന്ന് നമ്മളോട് മത്സരിച്ചവരൊക്കെ ആയിരിക്കും ഇന്ന് നമ്മളെ സഹായിക്കുന്നത്. ചിലപ്പോൾ അവരുടെ യാത്ര വിഭിന്നമാണ്, നമ്മളുടെ യാത്ര വിഭിന്നമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പോലും ഈ വലുതായി കഴിഞ്ഞാൽ പോലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിലാകട്ടെ അല്ലെങ്കിൽ പലതിലും നമുക്ക് മത്സരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു അവയർനെസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ മനുഷ്യൻ്റെയും യാത്ര വിഭിന്നമാണ് അല്ലേ. എൻ്റെ സോളിൻ്റെ ജേർണി ടോട്ടലി ഡിഫറെൻ്റ് ആണ് വേറൊരു വ്യക്തിയിൽ നിന്നും. ആ വ്യക്തിയിലേക്ക് വരുന്ന സാഹചര്യങ്ങളോ വ്യക്തികളോ അനുഭവങ്ങളോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ വരുന്നത്. ഞാൻ വന്നത് തന്നെ എൻ്റെ ലക്ഷ്യം നേടാനാ, എൻ്റെ സോളിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ വ്യക്തി പോകുന്നത് ആ വ്യക്തിയുടെ സോളിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ രണ്ടുപേരും എങ്ങനെയാണ് മത്സരിക്കേണ്ട ആവശ്യം വരുന്നത് അല്ലെ. സമാന്തര രേഖകൾ പോലെ പോകുന്ന കുറേ ജീവിതങ്ങളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ നേട്ടങ്ങളും അവരവരുടേതായ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുക. അപ്പം നമ്മൾ മത്സരിക്കേണ്ട ആവശ്യമില്ല, നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് വരും എന്നൊരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ശത്രുത തോന്നില്ല. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ, ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ നമുക്കുള്ളത് കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തും. ഇതാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഓരോ നിമിഷവും ടെൻഷനാ. നമ്മുടെ കൂടെയുള്ള വ്യക്തിക്ക് അത് കിട്ടുന്നു, അവർക്ക് അത് കിട്ടുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതായത് പലരും എന്നോട് പറയാറുണ്ട്. ഇപ്പം എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, ലേഡീസ് കമ്മ്യൂണിറ്റി. അതിനകത്ത് കുറേ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവര് ചിലപ്പം ഈ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവരിങ്ങനെ വെളിയിലുള്ളവരായിരിക്കും. അപ്പോൾ മക്കളെയൊക്കെ നോക്കി അവരുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അനുവദിക്കുന്നുണ്ടാവില്ല. ഇപ്പം ഗ്രൂപ്പുകളുണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ, അതിനകത്ത് അവർ കാണുന്നത് ക്ലാസ്മേറ്റ്സ് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെയായി. ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ സോഷ്യൽ മീഡിയ തരുന്ന ഒരുപാട് പ്രഷറുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ആ ആങ്സൈറ്റി കൂടിയിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളവരുണ്ട്. അപ്പം അവിടെയും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരവരുടേതായ രീതിയിൽ ചെയ്തു പോകുന്നു. നമുക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്
അല്ലേ? അപ്പോൾ ആ ഒരു ബോധമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്വന്തം സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരുടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് ടെൻഷൻ വരുന്നത്. അപ്പൊ നമ്മളുടെ ഊർജം പോകുന്നത് എങ്ങനെയാ? വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എനർജി അല്ലേ പോകുന്നത്. നമ്മുടെ തോട്ട്സ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പവർഫുൾ ആണെന്നറിയാമോ? ഈ ശരിക്കും ഒരു വ്യക്തിയിൽ ഒരു ദിവസം 60,000 to 85,000 തോട്ട്സ് ഉണ്ടാകും. അത്രയും തോട്ട്സ് ഉണ്ടാകും നോർമൽ പേഴ്സൺ നോർമൽ പേഴ്സൺ എല്ലാവരിലും ഒക്കെ ഒരു ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാ പ്രധാനം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസിൽ, എല്ലാം എനർജിയാണ്. ഈ തോട്ട്സും ഊർജമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തും ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത് ആദ്യം എനർജി രൂപത്തിലല്ലേ. നമ്മളുടെ ആന്തരിക ലോകത്തിൽ എന്ത് സൃഷ്ടിക്കുന്നുവോ അതാണ് ബാഹ്യ ലോകത്തിൽ പ്രതിഫലിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മൊട്ടുസൂചി പോലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നിട്ടല്ലേ അത് വെളിയിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ലോകത്തില്, ഉള്ളില്, മനസ്സില് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെന്തായി, അവരിങ്ങനെയായല്ലോ, അവരുടെ ജീവിതം എങ്ങനെയായി, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വെളിയിൽ നല്ലൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റുന്നത്? അല്ലേ? അത് നമ്മൾ തന്നെയാണ്. അതാണ് പറയാറില്ലേ, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. അവിടെ വേറെ ഒരാൾക്കും അതിനകത്തൊന്നും ചെയ്യാനില്ല. സ്വന്തം ചിന്തയിലൂടെ, സ്വന്തം ഇമോഷനിലൂടെ, ആ ഒരു ഇമോഷന്റെ ഫ്രീക്വൻസിയിലൂടെ നമ്മൾ തന്നെയാണ് നമ്മളിലേക്ക് എല്ലാം ആകർഷിച്ചെടുക്കുന്നത്. അവിടെയാണ് മാനിഫെസ്റ്റേഷന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. തീർച്ചയായിട്ടും.